أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറത്ത് ബഖറയിലെ 155, 156 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും. പരീക്ഷണങ്ങൾ പലതരമുണ്ട്. അത് ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങളാവാം, ധനനഷ്ടമോ സന്താനനഷ്ടമോ ആകാം, ദുരിതങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമാകാം, ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുമാകാം. എന്തു തന്നെ ആയാലും അതെല്ലാം അള്ളാഹുവിൻ്റെ അലംഘനീയമായ വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുകയും അവനിൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുകയും താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആത്യന്തികമായി നന്മയാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കും വിശ്വാസി. അതല്ലാതെ പരീക്ഷണങ്ങളിൽ പകച്ചു പോവുകയും ദൈവിക കാരുണ്യത്തിൽ നിരാശനാവുകയും ചെയ്താൽ അയാൾ പരാജയപ്പെട്ടു എന്നർത്ഥം. ഏത് പരീക്ഷണത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നേരിടാൻ കഴിയണം. ഭൗതികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സമചിത്തതയോടെ നേരിടാൻ കഴിയുന്നവർ പോലും വ്യാജ ആരോപണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മുന്നിൽ അടിപതറിപ്പോകാറുണ്ട്. മാനസികമായി പീഡിപ്പിക്കപ്പെടാത്ത പ്രവാചകന്മാർ ആരും തന്നെയില്ല. അത്തരം അവസരങ്ങളിൽ തെറിവിളിച്ചും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടിച്ചുമായിരുന്നില്ല പ്രവാചകന്മാർ പ്രതികരിച്ചിരുന്നത്. തങ്ങളെ പീഡിപ്പിച്ചവർക്ക് കൂടി സന്മാർഗം കാണിച്ചു കൊടുക്കാനായിരുന്നു അവരുടെ പ്രാർത്ഥന. കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവൻ പിന്നെ എന്തിനെ ഭയപ്പെടണം? രോഗം കൊണ്ട് പരീക്ഷണ വിധേയനായ അയ്യൂബ് നബി അലൈഹിസ്സലാമോ നീണ്ട കാത്തിരിപ്പിന് ശേഷം നൽകിയ മകനെ ബലിയെറുക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇതിൽപ്പെടുന്നു. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൽ അലങ്കാരം മാത്രമാണെന്നും അവയെല്ലാം പരീക്ഷിക്കപ്പെടുമെന്നും അള്ളാഹു നമ്മെ ഉണർത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വെല്ലൂർ CMC മെഡിക്കൽ കോളേജിൽ പ്രതീക്ഷയിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരി എൻ്റെ അരികിൽ വന്ന് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോകുന്നു. എന്തിനാണ് വിഷമിക്കുന്നത്? എബ്രഹാമിൽ വിശ്വാസമില്ല. ആറ്റുനോറ്റുണ്ടായ സ്വന്തം മകനെ ബലിയെറുക്കാൻ ദൈവനിശ്ചയമുണ്ടായപ്പോൾ അദ്ദേഹം തയ്യാറായില്ലേ? ദൈവം ഏറ്റവും നല്ല ആളുകളെയാണ് പരീക്ഷിക്കപ്പെടുക. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ 52 ദിവസം എത്തിയ കൈക്കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചാണ് ഇവിടെ വരുന്നത്. എൻ്റെ ഭർത്താവിന് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ഇവിടെ ചികിത്സയിലാണ്. എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണ്, അതുകൊണ്ട് പതറരുത്. ആ ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ സാന്ത്വനമായി എത്തിയ മാലാഖയായിരുന്നു മറിയാമ്മ എന്ന പേരുള്ള ആ ചെറുപ്പക്കാരി. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ നമുക്കിടയിലുണ്ട്. മറ്റുള്ളവരുടെ വലിയ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമല്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. അതേപോലെ അസാധാരണ രീതിയിൽ ഒരു പ്രവാചകന് ജന്മം നൽകേണ്ടി വന്ന ഒരു വനിതയാണ് മറിയം ബീവി. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പരീക്ഷണം അവളുടെ ചാരിത്രം ചോദ്യം ചെയ്യുക എന്നതാണ്. ഈ ഒരു പരീക്ഷണമാണ് മറിയം ബീവിക്ക് അള്ളാഹു കൽപ്പിച്ചു നൽകിയത്. കഠിനമായ പരീക്ഷണത്തിൽ നിരാശനായി നിന്റെ ജീവൻ നീ ത്യജിച്ചു കളഞ്ഞേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പദപ്രയോഗം മറ്റ് പ്രവാചകന്മാരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് സദ്വിചാരമല്ലാതെ ഉണ്ടാവുകയില്ല. സത്യപാതയിൽ അടിയുറച്ചു നിന്നാൽ നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ടേക്കാം,
ജനങ്ങളുടെ ആക്ഷേപങ്ങളും കുത്തുവാക്കും ഒരുപാട് കേൾക്കേണ്ടി വന്നേക്കാം, കുടുംബക്കാർ അകറ്റിയേക്കാം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട് വരാം, അങ്ങനെ പല പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. എത്ര പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും വിശ്വാസികൾക്ക് അതിൽ സങ്കടമില്ല. കാരണം അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവരെ ഏറെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നേതാവിൻ്റെ അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവസരം നൽകിയ റബ്ബിനെ സന്തോഷത്തോടെ സ്തുതിക്കാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് സാധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പ്രതിഫലത്തിൻ്റെ വലുപ്പം പരീക്ഷണത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ്. നിശ്ചയം അള്ളാഹു ഒരു ജനത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കപ്പെടും. അപ്പോൾ ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ തൃപ്തി അവനുണ്ട്, ആരെങ്കിലും അസംതൃപ്തനായാൽ അള്ളാഹുവിൻ്റെ കോപം അവനുണ്ട്. സത്യപാതയിൽ അടിയുറച്ച് കാലിടറാതെ മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.